ഹായ്, നമ്മളിനി പഠിക്കാൻ പോകുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ. നമുക്കതിൽ ആദ്യം കൺവല്യൂഷൻ തിയറം എന്താണെന്ന് നോക്കാം. ഇപ്പം രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും. ഗിവൺ എനി ടു ഫംഗ്ഷൻസ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി ഡിഫൈൻഡ് ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. Their convolution is defined as the function h of t. h of t എന്ന് പറയുന്നത് എഫ് ഓഫ് ടിയുടെയും ജി ഓഫ് ടിയുടെയും കൺവല്യൂഷൻ ആണ്. അതായത് എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി. രണ്ട് ഫംഗ്ഷൻസ് ആണ് എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും. അതിന്റെ കൺവല്യൂഷൻ ആണ് എച്ച് ഓഫ് ടി. നമ്മൾ കൺവല്യൂഷൻ ഡിനോട്ട് ചെയ്യണത് സ്റ്റാർ വെച്ചിട്ടാണ്. എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി ആണ് എച്ച് ഓഫ് ടി. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇന്റഗ്രൽ 0 to t എഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു, അല്ലെങ്കിൽ ഇന്റഗ്രൽ 0 to t ജി യു എഫ് ഓഫ് ടി മൈനസ് യു ഡി യു. ഇനി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് ഈ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് എച്ച് ഓഫ് ടി എന്താണ്? എൽ ഓഫ് എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി. അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി എൽ ഓഫ് ജി ഓഫ് ടി ആണ്. ഈ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, അത് എഫ് ഓഫ് എസ് ആണ്. അതേപോലെ എൽ ഓഫ് ജി ഓഫ് ടി എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി, അത് ജി ഓഫ് എസ് ആണ്. അങ്ങനെ എന്ത് വരും? എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്ന് വരും. അപ്പൊ എന്താണ് എൽ ഓഫ് എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി എൽ ഓഫ് ജി ഓഫ് ടി ആണല്ലോ. ഇവിടെ ഇൻവേഴ്സ് എടുക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് ഇതെന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് ഇത് എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി അല്ലേ? അതായത് എൽ ഇൻവേഴ്സ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി എൽ ഓഫ് ജി ഓഫ് ടി എന്ന് പറയുന്നത് ഈ എൽ ഇൻവേഴ്സ് ആയിട്ട് അവിടെ പോയി കഴിഞ്ഞു. എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി ആണ്. എന്താണ് ഈ എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി? നമ്മുടെ ഈ ഫോർമുലയാണ് ഇന്റഗ്രൽ 0 to t എഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു, അല്ലെങ്കിൽ ഇന്റഗ്രൽ 0 to t ജി യു എഫ് ഓഫ് ടി മൈനസ് യു ഡി യു അല്ലേ? ഇനി എന്താണ് എൽ ഓഫ് എഫ് ഓഫ് ടി? എഫ് ഓഫ് എസ് ആണ്. എൽ ഓഫ് ജി ഓഫ് ടി എന്താണ്? ജി ഓഫ് എസ് ആണ്. അപ്പൊ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഈ ഫോർമുല തന്നെയാണ്. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ. നമുക്കിതിന്റെ കുറച്ച് പ്രോബ്ലം ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. യൂസ് കൺവല്യൂഷൻ തിയറം ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s² × s² + a². ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. എന്താണ് മെത്തേഡ്? യൂസ് കൺവല്യൂഷൻ തിയറം. വി ഹാവ് ടു ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² × s² + a². ഇതിനെങ്ങനെ എഴുതാം? അതായത് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² 1/s² + a² അല്ലേ? നമുക്ക് രണ്ടിന്റെ എൽ ഇൻവേഴ്സ് അറിയാം. 1/s² 1/s² + a² എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് 1/s², നമ്മുടെ കൺവല്യൂഷൻ തിയറം അനുസരിച്ച് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² സ്റ്റാർ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + a² അല്ലേ? ബൈ യൂസിങ് ദ കൺവല്യൂഷൻ തിയറം. ഇതെന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ജി ഓഫ് എസ് പോലെയാണ്. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ജി ഓഫ് എസ് പോലെ. അങ്ങനെയാണെങ്കിൽ എന്താണ്? എൽ ഇൻവേഴ്സ് എഫ് ഓഫ് എസ് സ്റ്റാർ എൽ ഇൻവേഴ്സ് ജി ഓഫ് എസ് അല്ലേ? ഇതെന്താണ്? എൽ ഇൻവേഴ്സ് 1/s². എൽ ഇൻവേഴ്സ് 1/s² എന്താണ്? ടി ആണ്. ടി സ്റ്റാർ എൽ ഇൻവേഴ്സ് 1/s² + a² എന്താണ്? സൈൻ AT/a ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ടി സ്റ്റാർ സൈൻ ഇൻവേഴ്സ് AT/a എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ 0 to t ഇവിടെയുള്ള 1/a വെളിയിലാക്കാലോ. അതായത് 1/a ടി സ്റ്റാർ സൈൻ AT എന്നല്ലേ? അല്ലേ? ടിയുടെയും AT-യുടെയും സൈൻ AT-യുടെയും കൺവല്യൂഷന്റെ ബൈ a ആണ്. നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? നമ്മുടെ ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് ഇന്റഗ്രൽ 0 to t. ഇപ്പൊ രണ്ട് ഫംഗ്ഷന്റെ കൺവല്യൂഷൻ ആണ്. ഒരാളെ യു എന്നും ഒരു ഫംഗ്ഷനെ യു എന്നും മറ്റേ ഫംഗ്ഷനെ ടി മൈനസ് യു എന്നും എഴുതാം. അതായത് ഇതിന് നമുക്ക് യു എന്ന് എഴുതാം. സൈൻ എ യു എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഒരു ഫംഗ്ഷന് യു മറ്റേ ഫംഗ്ഷൻ ടി മൈനസ് യു. അത് ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഏതാണോ കൺവീനിയന്റ് അങ്ങനെ എടുക്കുക. ചെയ്യാൻ കൺവീനിയന്റ് ആയ രീതിയിൽ എടുക്കുക.
ഒരു ഫംഗ്ഷന് ടിക്ക് പകരം യു എന്നും മറ്റേ ഫംഗ്ഷന് ടിക്ക് പകരം ടി മൈനസ് യുവും കൊടുക്കും. അപ്പൊ എന്താണ്, നമ്മൾ ഇവിടെ യു കൊടുത്തു, ഈ ടിക്ക് പകരം യു, സൈൻ എ യു, ഇതിന് പകരം ടി മൈനസ് യു ഡി യു. ഇതാണ്. അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇന്റഗ്രൽ 0 to t, നമ്മൾ ടിക്ക് പകരം യു എന്ന് കൊടുക്കും, ടിക്ക് പകരം യു. സൈൻ എ ടിക്ക് പകരം സൈൻ എ ടി മൈനസ് യു ഡി യു. ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇതെന്താണ്, നമുക്ക് ഈ ടി മൈനസ് യുവിന് ആദ്യം എഴുതാം. ഇന്റഗ്രൽ 0 to t, ടി മൈനസ് യുവിന് ആദ്യം എഴുതാം. സൈൻ എ യു ഡി യു. ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? നമ്മുടെ ബെർണോളിസ് തിയറം ആണേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഒരു പോളിനോമിയൽ അല്ലേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ടി മൈനസ് യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ്, സൈനിന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു യു ആണ്. സൈനിന് മൈനസ് കോസ് എ യു ബൈ എ അല്ലേ. ഒരു 1/a ഉണ്ടായിരുന്നു, അത് മിസ്സിംഗ് ആയി. ഒരു 1/a ഉണ്ടായിരുന്നല്ലോ. അപ്പം 1/a ഇൻറ്റു ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എ യുവിന് മൈനസ് കോസ് എ യു ബൈ എ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു യു ആണ്, വിത്ത് റെസ്പെക്ട് ടു യു ആണ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു യു എന്താണ്, യുവിന് -1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു യു മൈനസ് കോസ് എന്താണ്, മൈനസ് സൈൻ എ യു ബൈ വീണ്ടും ഒരു എയും കൂടെ ഒരു ഡി യുവിനാണ്. അപ്പം വീണ്ടും ഒരു എയും കൂടെ, അപ്പൊ എ സ്ക്വയർ ആകും. ലിമിറ്റ് എന്താണ്, 0 to t. കഴിഞ്ഞില്ലേ? ഇനി ഒരിക്കൽ കൂടെ അടുത്ത് എന്താ വരും, അടുത്ത പ്ലസ് ആണ്, ഡെറിവേറ്റീവ് 0. അപ്പൊ തീർന്നു. നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത്, യുവിനാണ്. വിത്ത് റെസ്പെക്ട് ടു യു ആണ് ചെയ്തത്. അപ്പൊ യുവിനാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്, മാറിപ്പോയത്. അപ്പം വെളിയിലൊരു 1/a ഉണ്ട്. നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്, ടി മൈനസ് ടി. യുവിന് ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ടി മൈനസ് ടി 0 അല്ലേ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ടേം 0. അടുത്ത് എന്ത് വരും, പ്ലസ് മൈനസ് ആണ്, മൈനസ് യുവിനാണ് ടി, സൈൻ എ ടി ബൈ എ സ്ക്വയർ. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കാം. നമ്മൾ യുവിനാണ് കൊടുക്കുന്നത്. അപ്പൊ യുവിന് 0 കൊടുക്കുമ്പോൾ ടി അല്ലേ, ഇത് മൈനസ് ആണ്. ലോവർ ലിമിറ്റ് ആണ്ട് പ്ലസ് വരും. പ്ലസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരുന്നതാണ്. 0 കൊടുക്കുമ്പോൾ ടി ബൈ എ എന്താണ്, കോസ് 0. നമ്മൾ യുവിന് 0 കൊടുക്കും, കോസ് 0 എന്താണ് 1. അപ്പൊ ടി ബൈ എ എന്ന് വന്നു. ഇനി എന്താണ്, ലോവർ ലിമിറ്റ് ഇവിടെ കൊടുക്കുമ്പോഴോ സൈൻ 0. അപ്പൊ പിന്നെ ആ ടൈം വേണ്ട, ഇത്രയുമാണ് വരുന്നത്. അപ്പൊ എന്ത് പറയാം, ഈ എ സ്ക്വയർ കൂടെ ഇങ്ങോട്ട് വെളിയിലാക്കാം. അതായത് 1 ഒരു എ ഉണ്ട്, എ സ്ക്വയർ കൂടെ വരുമ്പോൾ എന്താവും, എ ക്യൂബ്. 1/a ക്യൂബ് ഇൻറ്റു മൈനസ് സൈൻ എ ടി പ്ലസ് എ ടി അല്ലേ. ഇതല്ലേ, നമുക്കൊന്ന് വൃത്തിയായിട്ട് എഴുതുമ്പോഴത്തേക്ക് 1/a ക്യൂബ് ഇൻറ്റു ആ എ ടി ആദ്യം എഴുതാം, എ ടി മൈനസ് സൈൻ എ ടി. ഇതാണ് നമ്മുടെ ആൻസർ. കണ്ടോ? അപ്പൊ ഇത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യാനാണ് നമ്മൾ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നതിനാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, next question is use convolution theorem to find the inverse Laplace transform of s by s square plus a square the whole square. അതായത് we have to find the L inverse of s by s square plus a square the whole square. നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ടൊന്ന് മാറ്റി എഴുതാം. പക്ഷെ രണ്ടിനും ഇൻവേഴ്സ് വേണം. L inverse of ഇതെന്താണ്, s by s square plus a square into 1/s square plus a square എന്ന് എഴുതാലോ അല്ലേ. രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈ സെയിം തന്നെയാണ്. എങ്ങനെ എഴുതാം, s/s square plus a square into 1/s square plus a square എന്ന് എഴുതാം. അപ്പൊ ഇതെന്താണ്, കൺവല്യൂഷൻ തിയറം അനുസരിച്ച് L inverse of using convolution theorem this is equal to L inverse of s/s square plus a square star L inverse of
1/s²+a². ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റപ്പ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസിനും ഇൻവേഴ്സ് വേണം. ഇൻവേഴ്സിന്റെ ഫോർമുല നമുക്ക് അറിയായിരിക്കാം. പക്ഷെ ഇത് രണ്ടും നമുക്കറിയാലോ. എന്താണ് s/s²+a²ന്റെ എൽ ഇൻവേഴ്സ്? cos at സ്റ്റാർ. എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s²+a²? sin at/a ആണ്. sin at/a. ഇവിടെ ഇടയ്ക്കുള്ളത് സ്റ്റാർ ആണ്. സ്റ്റാർ എന്താണ്? കൺവല്യൂഷൻ. ഇൻറ്റു ഒന്നൊന്നും അല്ല, കൺവല്യൂഷൻ സ്റ്റാർ. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ഫോർമുല അനുസരിച്ച് ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ 0 to t. ഒരു ഫംഗ്ഷന് u എന്നും മറ്റേതിന് t - u എന്നും കൊടുക്കാം. ഏത് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഏതാണ് കൺവീനിയന്റ് അങ്ങനെ. നമ്മൾ ഇതിന് u എന്നും ഈ tക്ക് പകരം u cos au, ഈ tക്ക് പകരം t - u sin a t - u du. ഒരു 1/a ഉണ്ട്. ആ 1/a വെളിയിലാക്കാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് കൺവല്യൂഷൻ തിയറം. cos au sin a t - u du. തിരിച്ചു വേണമെങ്കിൽ എഴുതാം. അതായത് ഇന്റഗ്രൽ 0 to t sin au ബൈ a ഉണ്ട്. എന്നിട്ടെന്താണ്? cos a t - u du എന്ന് എഴുതാം. എങ്ങനെ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ 1/a ഇതെന്താണ്? ഇന്റഗ്രൽ 0 to t. ഇത് sin a cos b പോലെയല്ലേ? sin a cos b. സൈൻ ഒന്ന് ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് sin at - au. സൈൻ ആദ്യം എഴുതി. cos au du. എന്താണ് sin a cos b? sin a cos b എന്ന് പറഞ്ഞാൽ എന്താണ്? sin a cos b എന്ന് പറഞ്ഞാൽ sin of sum, sin of a plus b മൈനസ് സൈൻ ഓഫ് ഡിഫറൻസ്, sin of a minus b by 2 ആണ്. ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. sin a cos b എന്ന് പറഞ്ഞാൽ sin of a plus b, സോറി sin a ഇനി ഇതെന്താണ്? അതായത് 1/a ഇന്റഗ്രൽ 0 to t. നമ്മൾ ഇതിനെ sin a cos b ഫോമിൽ എഴുതുകയാണ്. അപ്പൊ സൈൻ ഓഫ് സം, സൈൻ ഓഫ് രണ്ട് ആംഗിളിന്റെ സം, സൈൻ ഓഫ് എന്താണ്? at മൈനസ് au പ്ലസ് au. സൈൻ ഓഫ് സം മൈനസ് ആണ്. സൈൻ ഓഫ് ഡിഫറൻസ്, സൈൻ ഓഫ് ഡിഫറൻസ് എന്താണ്? at മൈനസ് au മൈനസ് au ബൈ 2. പിന്നെ ഒരു du കൂടെ. ഇതല്ലേ? അപ്പൊ എന്താവും? മൈനസ് au പ്ലസ് au വെട്ടിപ്പോകും. അപ്പൊ ഇത് വരുന്നത് ഈ 2 കൂടെ വെളിയിലാക്കാം. 1/2a ഇന്റഗ്രൽ 0 to t sin at അല്ലേ ഉള്ളൂ? sin at മൈനസ് ഇവിടെ എന്ത് വരും? സൈൻ at മൈനസ് 2au, at മൈനസ് 2au du. ഇതല്ലേ? നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പം വെളിയിൽ ഒരു 1/2a ഉണ്ട്. നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാണ്. എന്താണ്? സൈൻ atക്ക് വിത്ത് റെസ്പെക്ട് ടു യു ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി അല്ല, വിത്ത് റെസ്പെക്ട് ടു യു ആണ്. അപ്പൊ എന്ത് വരും? സൈൻ at ഇൻറ്റു യു. സൈൻ at ഒരു കോൺസ്റ്റന്റ് അല്ലേ വരുള്ളൂ? സൈൻ at ഇൻറ്റു യു മൈനസ് അടുത്ത സൈൻ എന്ന് എന്താണ്? സൈനിന് അവിടെ യുവിന്റെ ഇതുണ്ട്. അപ്പൊ കോൺസ്റ്റന്റ് അല്ല, യു ഉണ്ട് അവിടെ. അപ്പൊ എന്താണ് സൈനിന്? മൈനസ് കോസ്. സൈൻ മൈനസ് കോസ്, മൈനസ് ആണ്. മൈനസ് കോസ് വരുമ്പോൾ പ്ലസ് കോസ് at മൈനസ് 2au ബൈ ഈ ടേമിന്റെ വിത്ത് റെസ്പെക്ട് യു ഡെറിവേറ്റീവ് എന്താണ്? വിത്ത് റെസ്പെക്ട് യു ഡെറിവേറ്റീവ് മൈനസ് 2a. അതിവിടെ ഡിവൈഡ് ചെയ്യും. മൈനസ് 2a. ലിമിറ്റ് എന്താണ്? 0 to t അല്ലേ? അപ്പൊ എന്ത് വരും? ഒരു 1/2a ഉണ്ട് വെളിയില്. നമ്മൾ ലിമിറ്റ് കൊടുക്കാൻ പോകണം. ലിമിറ്റ് കൊടുക്കുന്ന ആർക്കാണ്? യുവിനാണ്, ടിക്ക് അല്ല. ഓർമ്മയിരിക്കണം, യുവിനാണ് കൊടുക്കുന്നത്. du ആണ് ചെയ്യുന്നത്. അപ്പൊ യുവിനാണ് ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് വരും? സൈൻ at യുവിന് കൊടുക്കുമ്പോൾ എന്ത് വരും? ടി അല്ലേ? ടി സൈൻ at. അതല്ലേ ഒരു ഭംഗി? ആദ്യം എഴുതി യുവിന്റെ ലിമിറ്റ് കൊടുത്തപ്പോഴത്തേക്ക് ടി സൈൻ at പ്ലസ്
എ ടി മൈനസ് നമ്മൾ യുവിന് ടി കൊടുക്കുകയാണെ എ ടി മൈനസ് 2at ബൈ മൈനസ് 2a അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കണം. യുവിന് 0 കൊടുക്കുമ്പോൾ എന്താണ് 0 അല്ലേ? ഇവിടെ എന്താണ് ലോവർ ലിമിറ്റ് ആണ്, അപ്പൊ പ്ലസ് വരും. മൈനസ് ആണ് ഉള്ളത്, അപ്പൊ പ്ലസ് ആവും. പ്ലസ് ഇത് 0, അപ്പൊ cos at ബൈ 2a ഇതല്ലേ? അപ്പൊ ഇനി എന്ത് വരും? ഒരു 1/2a ഉണ്ട്. ടി സൈൻ എ ടി, അത് രണ്ടും സെയിം ടൈം ആവണം തോന്നുന്നു. ടി സൈൻ എ ടി പ്ലസ് എന്താണ് കോസ് എ ടി മൈനസ് 2at. കോസ് ഓഫ് മൈനസ് എ ടി ആണ്. കോസ് ഓഫ് മൈനസ് എ ടി വെറും കോസ് എ ടി തന്നെയാണ്. കോസ് എ ടി പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ബൈ 2a പ്ലസ് കോസ് എ ടി ബൈ 2a അല്ലേ? അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈൻസ് ആണ്, വെട്ടിക്കളയാം. ബാക്കി എന്ത് വരും? ടി സൈൻ എ ടി ബൈ 2a എന്ന് വരും. ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇതൊന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. യൂസ് കൺവല്യൂഷൻ തിയറം ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ ചെയ്യണം. കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തില്ല എങ്കിൽ മാർക്ക് കിട്ടൂല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Use convolution theorem to find the inverse Laplace transform of 1/s² plus a² the whole square. നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. L ഇൻവേഴ്സ് ഓഫ് 1/s² plus a² the whole square. ഇതിന് എങ്ങനെ എഴുതാം? L ഇൻവേഴ്സ് ഓഫ് 1/s² plus a² ഇൻറ്റു 1/s² plus a² അല്ലേ? നമുക്ക് രണ്ടിന്റെയും ഇൻവേഴ്സ് അറിയാം. അങ്ങനെ വേണം എഴുതാം. രണ്ടിന്റെയും ഇൻവേഴ്സ് അറിയാവുന്ന രീതിയിൽ വേണം എഴുതാൻ. അപ്പൊ എന്ത് വരും? നമ്മുടെ കൺവല്യൂഷൻ തിയറം അനുസരിച്ച് L ഇൻവേഴ്സ് ഓഫ് 1/s² plus a² സ്റ്റാർ L ഇൻവേഴ്സ് ഓഫ് 1/s² plus a² അല്ലേ? 1/s² plus a² L ഇൻവേഴ്സ് എന്താണ്? സൈൻ എ ടി ബൈ എ. സൈൻ എ ടി ബൈ എ സ്റ്റാർ വീണ്ടും സൈൻ എ ടി ബൈ എ. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഒരു 1/a² വെളിയിലാക്കാം. ബാക്കി എന്താണ്? സൈൻ എ ടി സ്റ്റാർ സൈൻ എ ടി ആണ്. എന്ത് ചെയ്യാം? നമ്മുടെ ഫോർമുല ഇന്റഗ്രൽ 0 to t. ഒരാളെ യു സൈൻ എ യു, മറ്റേ ടീന് ടി മൈനസ് യു സൈൻ എ ടി മൈനസ് യു ഡി യു. ഇങ്ങനെയല്ലേ? ഒരു ടി എ യു ആയിട്ടും മറ്റേ ടി എ ടി മൈനസ് യു ആയിട്ടും കൊടുക്കാം. സൈൻ എ യു സൈൻ എ ടി മൈനസ് യു ഡി യു. ഇങ്ങനെയല്ലേ? ഇതെന്താണ്? സൈൻ എ സൈൻ ബി. സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഓഫ് ഡിഫറൻസ് മൈനസ് കോസ് ഓഫ് സം ബൈ 2 ആണ്. സൈൻ എ സൈൻ ബി എന്ന് പറയുന്നത് കോസ് ഓഫ് ഡിഫറൻസ് മൈനസ് കോസ് ഓഫ് സം ബൈ 2. ഫോർമുല ഓർത്തിരിക്കുക. എന്താണ് സൈൻ എ സൈൻ ബി? കോസ് ഓഫ് ഡിഫറൻസ് മൈനസ് കോസ് ഓഫ് സം ബൈ 2. അതായത് 1/a² ഇന്റഗ്രൽ 0 to t. ആദ്യം കോസ് ഓഫ് രണ്ടിന്റെയും ഡിഫറൻസ്. കോസ് ഓഫ് ഡിഫറൻസ് എന്താണ്? ആദ്യത്തെ ആംഗിൾ എ യു മൈനസ് അടുത്ത എന്താണ്? എ ടി. അടുത്ത എന്ത് വരും? മൈനസ് ആണ് വരുന്നത്, പ്ലസ് എ യു അല്ലേ? മൈനസ് കോസ് ഓഫ് സം. സം എന്താണ്? എ യു പ്ലസ് എ ടി മൈനസ് എ യു. പിന്നെ എന്ത് വരും? ഡി യു. ഒരു ബൈ 2 കൂടെ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മളിത് അപ്ലൈ ചെയ്താണ്. കോസ് ഓഫ് ഡിഫറൻസ് കോസ് എ യു മൈനസ് എ ടി മൈനസ് ഓഫ് എ യു പ്ലസ് എ യു മൈനസ് കോസ് ഓഫ് സം കോസ് ഓഫ് എ യു പ്ലസ് എ ടി മൈനസ് എ യു ബൈ 2 ഡി യു. ആ ബൈ 2 കൂടെ വെളിയിലോട്ട് എടുക്കാം. 1/2a² ഇന്റഗ്രൽ 0 to t. ഇവിടെ എന്ത് വരും? കോസ് ഓഫ് എ യു പ്ലസ് എ യു ടി 2au മൈനസ് എ ടി മൈനസ് 2au വെട്ടിപ്പോവും. കോസ് എ ടി ഡി യു എന്നല്ലേ? ഇനി ഇന്റഗ്രേഷനേ ഉള്ളോ? ഇന്റഗ്രേഷൻ ചെയ്യാം. ⅕ a² ഉണ്ട്.
ഇന്റഗ്രൽ ചെയ്യണേ. എന്താണ് കോസിന്? ഇവിടെ യു ഉണ്ട്. എന്താണ് കോസിന്? സൈൻ. സൈൻ 2au മൈനസ് AT ബൈ എന്ന് വരും. ഈ 2au മൈനസ് ATയുടെ വിത്ത് റെസ്പെക്ട് ടു യുവിന്റെ ഡെറിവേറ്റീവ് ഇവിടെ വരും. അതായത് 2a ബൈ 2a. ഇതിന്റെ ഇതായിരിക്കും. ഇനി മൈനസ് ഇതെന്താണ്? ഈ കോസിന്. പക്ഷെ ഇവിടെ യു ഇല്ല. അപ്പൊ കോസ് AT ഒരു കോൺസ്റ്റന്റ് ആണ്. കോസ് AT ഇൻറ്റു യു അല്ലേ? കോസ് AT ഇൻറ്റു ഒരു യുവും കൂടെ വരും. ലിമിറ്റ് എന്താണ്? 0 to t. ഇനി ലിമിറ്റ് കൂടെ കൊടുക്കണം. ബൈ 2a മൊത്തത്തിലുള്ള അല്ല, ഈ 2 മാറ്റിയല്ലോ. ഇനി നമുക്ക് ആ ലിമിറ്റ് കൊടുക്കാം. 1/2a² വെളിയിലുണ്ട്. അപ്പർ ലിമിറ്റ് യുവിന് നമ്മൾ ടി കൊടുക്കുകയാണ്. ടി കൊടുക്കുന്ന യുവിനാണ്. ഡി യു അല്ലേ ചെയ്തത്. അപ്പൊ യുവിനാണ് ടി കൊടുക്കുന്നത്. അപ്പൊ എന്ത് വരും? സൈൻ 2at മൈനസ് AT സൈൻ AT ബൈ 2a. അപ്പർ ലിമിറ്റ് കൊടുത്തതാണ്. സൈൻ 2at മൈനസ് AT അതായത് സൈൻ AT ബൈ 2a. അവിടെ എന്ത് വരും? മൈനസ് കോസ് AT ഇൻറ്റു ടി അല്ലേ? യുവിന് ടി കൊടുക്കുമ്പോൾ ടീന് ആദ്യം എഴുതാം. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കുകയാണേ. മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ? മൈനസ് 0 കൊടുക്കുമ്പോൾ എന്താണ്? ഇത് 0 ആവും. സൈൻ ഓഫ് മൈനസ് AT ബൈ 2a എന്നല്ലേ? സൈൻ ഓഫ് മൈനസ് AT ബൈ 2a. ഓക്കെ അല്ലേ? നമ്മൾ യുവിനാണ് 0 കൊടുത്തത്. അപ്പൊ സൈൻ ഓഫ് മൈനസ് AT ബൈ 2a എന്നുണ്ട്. ഇനി എന്താണ്? യുവിന് 0 കൊടുക്കുമ്പോൾ 0. അപ്പൊ ആ ടേം ഇല്ല. ഇത്രയല്ലേ വരുന്നത്. ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 1/2a² സൈൻ AT ബൈ 2a മൈനസ് ടി കോസ് AT. ഇതെന്താണ്? സൈൻ ഓഫ് മൈനസ് AT മൈനസ് സൈൻ AT ആണ്. പ്ലസ് ആവും. പ്ലസ് സൈൻ AT ബൈ 2a. ഇതല്ലേ? ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് എഴുതാം. അപ്പോഴത്തേക്ക് ആൻസർ ആവും. അതിലുള്ള 1/2a². ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ പോരെ. അപ്പൊ ഡിനോമിനേറ്റർ 2a ആണ്. ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? സൈൻ AT പ്ലസ് സൈൻ AT 2 സൈൻ AT അല്ലേ? മൈനസ് ടി കോസ് AT. ഇതല്ലേ? 2 വെട്ടി കളയാം. ഒരു എയും കൂടെ പുറത്തുനിന്ന് എന്ത് വരും? 1/2a³. ഇവിടുത്തെ എ പോയി കഴിഞ്ഞാൽ അപ്പൊ സൈൻ AT. അപ്പം ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു എയും കൂടെ വരും. മൈനസ് AT കോസ് AT. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ. Next question is use convolution theorem to find the inverse Laplace transform of s² by s² plus a² the whole square. അതായത് we have to find the L inverse of s² by s² plus a² the whole square. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് അറിയാമെന്നുള്ള രണ്ട് ഇൻവേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അതായത് L inverse of s by s² plus a². വീണ്ടും s by s² plus a². രണ്ട് എല്ലിന്റെ L inverse നമുക്ക് അറിയാലോ അല്ലേ? ഈ രണ്ട് എസ് കൂടെ ഒരുമിച്ച് എടുത്തിട്ട് കാര്യമില്ല. s² by s² plus a² എടുത്തിട്ട് കാര്യമില്ല. കാരണം അത് നമുക്ക് അറിഞ്ഞൂടല്ലോ. L inverse അറിഞ്ഞൂടല്ലോ. അപ്പൊ അറിയാന്നുള്ള രണ്ട് രീതിയിലാണ് എഴുതാനായിട്ട്. അപ്പൊ എന്ത് വരും? L inverse of s by s² plus a² സ്റ്റാർ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാർ L inverse of s by s² plus a². ഇങ്ങനെയല്ലേ? രണ്ടിന്റെയും ഇൻവേഴ്സ് നമുക്കറിയാം. ഇതിന്റെ ഇൻവേഴ്സ് എന്താണ്? കോസ് AT സ്റ്റാർ അതും കോസ് AT അല്ലേ? അപ്പൊ നമുക്ക് അറിയാന്നുള്ള രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. പക്ഷെ നമുക്ക് അതിന് ഇൻവേഴ്സ് അറിഞ്ഞുകൂടാ. s² by s² plus a² 1 by s² plus a² എന്ന് എഴുതാം. പക്ഷെ എന്താണ്? ഇതിന്റെ അറിയാം. പക്ഷെ ഇതിന്റെ അറിഞ്ഞൂടല്ലോ. അപ്പൊ അങ്ങനെ എഴുതാൻ നമുക്ക് കാര്യമില്ല. ഇങ്ങനെ തന്നെ എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? L inverse of സ്റ്റാർ L inverse of ഇതെന്താണ്? കോസ് AT സ്റ്റാർ കോസ് AT. അപ്പൊ എന്ത് വരും? നമ്മുടെ കൺവല്യൂഷൻ തിയറം അനുസരിച്ച് ഇന്റഗ്രൽ 0 to t. ഒരാളെ u മറ്റേ ആളെ t മൈനസ് u.
കോസ് എ യു, മറ്റേത് കോസ് എ ടി മൈനസ് യു ഡി യു. ഇതല്ലേ? എന്താണ് കോസ് എ കോസ് ബി? കോസ് എ കോസ് ബി എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് സം പ്ലസ് കോസ് ഓഫ് ഡിഫറൻസ് ബൈ 2 ആണ്. കോസ് എ കോസ് ബി എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് സം പ്ലസ് കോസ് ഓഫ് ഡിഫറൻസ് ബൈ 2 ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ 0 to t കോസ് ഓഫ് സം, കോസ് ഓഫ് രണ്ടിന്റെയും സം ആണ്, എ യു പ്ലസ് ഇവിടെ എന്ത് വരും, എ ടി മൈനസ് എ യു, കോസ് ഓഫ് സം പ്ലസ് കോസ് ഓഫ് ഡിഫറൻസ്. കോസ് ഓഫ് ഡിഫറൻസ് എന്താണ്, എ യു മൈനസ് എ ടി മൈനസ് ഓഫ് മൈനസ് എ യു ആണ്, അപ്പം പ്ലസ് എ യു അല്ലേ. പിന്നെ ഒരു ഡി യു ഉണ്ട്, ഒരു ബൈ 2 കൂടെ ഉണ്ട്. നമുക്ക് ആ 1/2 വെളിയിലെടുക്കാം. 1/2 ഇന്റഗ്രൽ 0 to t, ഇവിടെ എ യുവും വെട്ടിപ്പോകും. അപ്പൊ എന്ത് വരും, ഇന്റഗ്രൽ 0 to t കോസ് എ ടി പ്ലസ് കോസ് ഇവിടെ എന്ത് വരും, എ യു പ്ലസ് എ യു 2au മൈനസ് എ ടി പിന്നെ ഡി യു. ഇതല്ലേ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ യു ഇല്ല, അപ്പൊ ഇൻറ്റു യു എന്ന് വരും. 1/2 ഉണ്ട്, കോസ് എ ടി അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ആണ്, കോസ് എ ടി ഇൻറ്റു ഒരു യുവും കൂടെ വരും. പ്ലസ് ഈ കോസിന് എന്താണ്, ഇവിടെ യു ഉണ്ട്, കോസിന് സൈൻ ആണ്, സൈൻ 2au മൈനസ് എ ടി ബൈ വിത്ത് റെസ്പെക്ട് ടു യുവിന്റെ ഡെറിവേറ്റീവ് കൂടെ വേണം ബൈ 2a. ലിമിറ്റ് എന്താണ്, 0 to t. നമുക്ക് ഈ ലിമിറ്റും കൂടെ കൊടുത്താൽ പോരെ. അപ്പൊ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും, ഒരു 1/2 വെളിയിലുണ്ട്, ഇവിടെ എന്ത് വരും, അപ്പർ ലിമിറ്റ് t കൊടുക്കുമ്പോൾ t ഇൻറ്റു കോസ് എ ടി, കോസ് എ ടി ഇൻറ്റു ടി ആണ്, അപ്പൊ t കോസ് എ ടി ആദ്യത്തെ കൊടുത്തു, t കോസ് എ ടി. ഇവിടെ നമ്മൾ ടി കൊടുക്കുമ്പോൾ എന്താണ്, സൈൻ 2at മൈനസ് എ ടി, അപ്പൊ സൈൻ എ ടി ബൈ 2a പ്ലസ് സൈൻ എ ടി ബൈ 2a. അടുത്ത് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴോ ഇൻറ്റു 0, അപ്പൊ അതില്ല. ഇവിടെ എന്ത് വരും, ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ മൈനസ് ആണ്, ലോവർ ലിമിറ്റ് കൊണ്ട് മൈനസ് 0 സൈൻ മൈനസ് എ ടി ബൈ 2a, സൈൻ മൈനസ് എ ടി ബൈ 2a. ഇതല്ലേ? അതായത് ഒരു 1/2 ഉണ്ട്, ടി കോസ് എ ടി പ്ലസ് സൈൻ എ ടി ബൈ 2a. എന്താണ്, സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, അപ്പൊ പ്ലസ് വരും, പ്ലസ് സൈൻ എ ടി ബൈ 2a. ഇനി അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഒരു 1/2 ഉണ്ട്, ടി കോസ് എ ടി, രണ്ടും കൂടെ ആഡ് ചെയ്യണം. എങ്ങനെയാണ്, ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പൊ അത് എഴുതിയിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ 2 സൈൻ എ ടി അല്ലേ, 2 വെട്ടി കളയാം. ഇനി ആ എയും കൂടെ വെളിയിലെടുത്താൽ എന്ത് വരും, 1/2a. അപ്പൊ ഇവിടെ ഒരു എയും കൂടെ വരണ്ടേ, എ ടി കോസ് എ ടി പ്ലസ് സൈൻ എ ടി. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.